ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഹെയർ കെയർ ചലഞ്ചല്ല, ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ കൺഫ്യൂഷനുണ്ട്. റോസ്മേരി നല്ലതാണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ. റോസ്മേരി എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അത് കറക്റ്റ് അളവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. നമുക്ക് ഹെയർ ഫോൾ കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 രീതിയിൽ റോസ്മേരി നമുക്ക് ഹെയർ ഗ്രോത്തിന് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഹെയർ ഓയിലിംഗ് ചെയ്യുമല്ലോ. ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലതായിട്ട് ഓയിലിടുകയാണെങ്കിൽ എത്രത്തോളം ഓയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുത്തിട്ട് ഒരു 5 ഡ്രോപ്സ് മാത്രം റോസ്മേരി ഓയിൽ അതിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 തുള്ളി മാത്രം എടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു ബോട്ടിലൊക്കെ യൂസ്ഡ് ആയിരുന്നുണ്ടെങ്കിൽ മാത്രമാണ് 5 തുള്ളി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് 5 തുള്ളിയാണ് എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞു, എൻ്റെ ബോട്ടിലത്തെ കഴിഞ്ഞു. ഇത് വട്ടി എത്തിയിട്ടാണ്. ഇനി ചെരിച്ച് പിടിച്ചിട്ടൊക്കെ വേണം എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു 5 ഡ്രോപ്സ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മുടി വളരും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റിയാക്ഷൻസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു എസെൻസാണ്. അതുകൊണ്ട് ഡ്രോപ്സ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 തുള്ളി മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ എടുത്തതിലോട്ട് ഒരു 5 ഡ്രോപ്സ്, ചെറിയ ഡ്രോപ്സ് 5 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെയറൊക്കെ ഒന്ന് ഡീടാങ്കിൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓയിലിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഹെയറിൽ ഇപ്പോൾ അങ്ങനെ അധികം ജട പിടിക്കാറില്ല കേട്ടോ, നമ്മൾ ഈ ബോട്ടോക്സ് ചെയ്ത കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഓയിലിംഗ് ഒന്നും ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ചെയ്യുന്നതാണ്. കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചറൊന്നും മാറണ്ടെന്ന് വെച്ചിട്ടേ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഇതൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ പലരും തെറ്റായ രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിയായ രീതിയിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ശരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഇതിൻ്റെ രീതിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ നന്നായിട്ട് ലെങ്ത്ത് വെച്ചില്ല. അത് ഞാനിപ്പോൾ ഹെയർ വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വീടിൻ്റെ ഉമ്മറത്തിരുന്നിട്ട് വീഡിയോ ചെയ്യണത്. അപ്പോൾ വഴി കൂടെ മെയിൻ റോഡാണല്ലോ, ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ വന്നിരിക്കുന്ന കാരണം അമ്മയുടെ അടുത്തായിട്ട് സംസാരിക്കണേ. അത് കാരണമാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണേ. അപ്പോൾ ഇങ്ങനെ ഓയിലിംഗ് ചെയ്ത് നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ച് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഹെയർ ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കോംബ് ചെയ്യുന്ന ഹെയർ ഓയിലിംഗ് കോമ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടും ഫിംഗർ ടിപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇത് വെച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് എണ്ണ നമ്മൾ ഒഴിക്കേണ്ട. നമ്മൾ സ്കാൽപ്പിന് എത്ര ഓയിൽ ആവശ്യമുണ്ടോ അത്ര മാത്രം എടുക്കുക. അല്ലാതെ മുടിയിലൊക്കെ അങ്ങനെ വാരി തേക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തേച്ചുകൊണ്ട് മുടി വളരാനും പോകുന്നില്ല. നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ഓയിൽ എടുത്തിട്ട് കുറച്ച് സ്കാൽപ്പിൽ ഫിംഗർ ടിപ്സ് വെച്ച് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്യുക. അതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ കുറച്ചൊക്കെ ഓയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. കുറച്ചധികം ഓയിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പു വാഷ് ചെയ്യണം കേട്ടോ. ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും കണ്ടീഷണർ എടുക്കുക കേട്ടോ. പലരും പറയുന്നുണ്ട് വേണ്ടാന്നൊക്കെ, പക്ഷെ ഞാനടക്കം മുന്നേ കണ്ടീഷണർ ഇടാറില്ല. കാരണം മുടി കൊഴിയുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് പ്രോപ്പർ രീതിയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ നല്ല സോഫ്റ്റ് ആവാനും പൊട്ടി പോവാണ്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹെയർ ടോണറൊക്കെ പോലെയാണ്. അതിന് വേണ്ടി ഞാനിത് കഞ്ഞിവെള്ളം, തലേദിവസത്തെ കഞ്ഞിവെള്ളം തെളിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള കാരണം ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അതിലോട്ട് ഈ പറഞ്ഞ പോലെ ഒരു 5 ഡ്രോപ്സ് എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗിനർ ആണെങ്കിൽ ഒരു 3 ഡ്രോപ്സ് മാത്രം എടുക്കാം. എൻ്റെ കഴിഞ്ഞു കേട്ടോ, ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യണം. അപ്പോൾ റോസ്മേരിയുടെ ഏത് നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബ്രാൻഡ് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ നല്ല പ്യുവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് കഞ്ഞിവെള്ളത്തിൽ നമ്മളൊരു 3-4 ഡ്രോപ്സ് ആക്കിയിട്ട് ഒന്നല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാം.
ഞാനിപ്പം സ്പ്രേ ബോട്ടിലൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫിംഗർ ടിപ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ടാക്കാം. ഏറ്റവും നല്ലത് ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാൻ കേട്ടോ. ഇത് നല്ലതാണ്, കഞ്ഞിവെള്ളം ഓൾസോ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ റോസ്മേരിയും പറയണ്ടല്ലോ, ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇത് നമുക്കൊരു ഹെയർ പാക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ കഞ്ഞിവെള്ളത്തിൽ പഴമൊക്കെ ആഡ് ചെയ്തിട്ട് ഹെയർ പാക്ക്, അങ്ങനത്തെ ഹെയർ പാക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഈ വളർച്ച മുരടിച്ച മുടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഹെയർ വളരണം എന്നുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്കൊക്കെ ആഴ്ചയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരും വീഡിയോസിൽ ഏതെങ്കിലും ഇപ്പോൾ അടുത്ത് തന്നെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. അതിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്താ പറയുക, ഒരു നാച്ചുറൽ കണ്ടീഷനിങ് പോലെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ആഴ്ചയിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പ് പറ്റാത്തവർക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഹെയർ പാക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്തിട്ടൊന്ന് കെട്ടി വെച്ചൊരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെ കാണിച്ചതും ഇതും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ കളയണമെന്നൊന്നുമില്ല, അധികം സ്പ്രേ ചെയ്യാണ്ടിരുന്നാൽ മതി, ഇങ്ങനെ വെച്ചിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ റോസ്മേരി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് മസാജ് ചെയ്യുക, പിന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹെയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ റോസ്മേരി കിട്ടിയ പിന്നെ ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ഒരു റൊട്ടീൻ പോലെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്ന് ചെയ്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യാക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഹെയറിനൊരു നല്ലൊരു നറിഷനിങ് കൂടിയാണ് ഈ റോസ്മേരി ഇടുമ്പോഴേ. പിന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ്, ഇതിനെനിക്കിഷ്ടമാണ് റോസ്മേരിയുടെ സ്മെല്ല്. ഈ കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും ഓയിലി അല്ലല്ലോ. പിന്നെ ഈ തണുപ്പ് പറ്റാത്തവർക്കൊന്നും പറ്റില്ല കേട്ടോ. മഴക്കാലമായ കാരണം ഭയങ്കര കൊതുക് ഫ്രണ്ടിലിരുന്നിട്ട് ചെയ്യണ കാരണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഈ 2 സ്റ്റെപ്പുകളാണ്. പിന്നെ നമുക്കിതൊരു ടോണറായിട്ട് രാത്രിയിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ മറ്റേ എന്താ പറയുക, റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ എടുത്തിട്ട് അതിലോട്ട് ഒരു 3-4 ഒരു ബോട്ടിൽ, ഒരു സ്പ്രേ ബോട്ടിൽ ഒരു 100 ml ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5-6 ഡ്രോപ്സ് അതിലൊഴിച്ചിട്ട് നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് മുടിയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യാം. മസാജ് ചെയ്തതിന് ശേഷം മുടി പൊക്കി കെട്ടി വയ്ക്കുക കേട്ടോ. മുടി നിറയിൽ പൊക്കി കെട്ടി വയ്ക്കുക, വല്ലാണ്ട് ടൈറ്റ് ആവാൻ പാടില്ല, മുടി പൊട്ടിപ്പോവും. ലൂസായിട്ടൊന്ന് പൊക്കി കെട്ടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് നറേഷായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ആവാനൊക്കെ. നമ്മുടെ ഹെയർ ഗ്രോത്ത് എപ്പോഴും രാത്രിയിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ മുടി ഇങ്ങനെ എത്ര ഹെയർ കെയർ ചെയ്തിട്ട് രാത്രി ഇങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ ഇട്ട് ഉരച്ച് കെട്ടി വയ്ക്കാണ്ടൊക്കെ ഇരുന്നാലൊന്നും ഒരു കാര്യമില്ല. രാത്രിയിൽ നന്നായിട്ട് ഹെയർ കെട്ടി വെച്ച് സെക്യൂറായിട്ട് കിടക്കുക, വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുന്ന പില്ലോ ഉണ്ടല്ലോ, ആ പില്ലോ നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കഴുകുക. ബെഡ്ഷീറ്റ് 2 ദിവസം കൂടുമ്പോൾ കഴുകിയില്ലെങ്കിലും പില്ലോ 2 ദിവസത്തിനും കൂടുതൽ വെക്കേണ്ട. കാരണം നമ്മൾ ഇത്രയും സമയം കിടന്നുറങ്ങുന്നതാണല്ലോ, ഒരു ദിവസത്തെ ഫുൾ സ്വെറ്റും അതുപോലെ തന്നെ ഓയിൽനെസ്സൊക്കെ പില്ലോയിലായിട്ട് പിന്നെ വീണ്ടും അത് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഫേസിനും അങ്ങനെ ഡാർക്ക് സ്പോട്ട്സൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ സാറ്റിൻ പില്ലോസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, മുടിയൊക്കെ ഒന്ന് പൊട്ടാണ്ടിരിക്കാൻ. എൻ്റെ മുടിയും കൊഴിയുന്നുണ്ട് കണ്ടോ, ഇത്രയ്ക്കൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ. മുടി കൊഴിയുന്നത് നാച്ചുറലാണ് കേട്ടോ, അത് കണ്ടിട്ട് ടെൻഷൻ അടിച്ചാൽ കൂടുതൽ കൊഴിയത്തേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ റോസ്മേരി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് അടിപൊളിയായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.